ഒരു പാലക്കാടൻ കല്യാണ ദിവസം കണ്ടാലോ? ആദ്യം തന്നെ കല്യാണ വീടിന്റെ മുൻവശത്ത് വെക്കാനുള്ള വാഴ വെട്ടാൻ വന്നിരിക്കുകയാണ്. ഏട്ടന്മാരുടെ കൂടെ വാഴ വണ്ടി കയറ്റാനുള്ള പരിപാടിയിലാണ്. ഒരുത്തനവിടെ വാഴ വിരലും കൊണ്ട് തൂക്കുകയാണ്. അങ്ങനെ വാഴ വണ്ടി കയറ്റി തേക്കും തടി കൊണ്ടുവരും പോലെ വാഴ കൊണ്ടുവരികയാണ്. ഒരുത്തനവിടെ വലിയ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടുണ്ട്. അവനെ കുറിച്ച് വഴിയേ പറയാം. പോരാട്ടങ്ങൾക്കൊടുവിൽ വാഴ വണ്ടി നിറക്കലും കെട്ടലും കഴിഞ്ഞു. വൈകിട്ട് മണ്ഡപത്തുള്ള കാഴ്ചയാണിത്. കല്യാണം നാളെയാണ്. അമ്മമാരും ചേച്ചിമാരൊക്കെ സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ശ്രദ്ധിക്കുന്ന പോലുമില്ല. പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്. ഇതാണ് ഞങ്ങളുടെ അഭിക്കുട്ടൻ. വീഡിയോ എടുത്തതും പെട്ടെന്ന് അവന് നാണം വന്നു. ഈ ഒഴിക്കണതാണ് പാലക്കാടൻ കല്യാണ വീട് സ്പെഷ്യൽ കോഴിയും കുമ്പളങ്ങയും. ഇത് പാലക്കാട് മാത്രം കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇത്രയും നേരം ഇവരൊക്കെ വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരുന്നാണ്. ക്യാമറ കണ്ടപ്പോ ഡീസന്റ് ആയി. പിന്നെ കസിൻസിന്റെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് മണ്ഡപം പിരിഞ്ഞു. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ സഞ്ജയ്ത്ത്. ഇവനാണ് അപ്പോഴേ പറഞ്ഞ ചെക്കന്റെ അനിയൻ അജി. ആളൊരു ജിമ്മനാണ്. ഇത് വിനിയേട്ടൻ ഫ്രം കോയമ്പത്തൂർ. ഇതാണ് അപ്പുക്കുട്ടൻ. പിറ്റേ ദിവസം രാവിലെ ചെക്കനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കലാപരിപാടിയിലാണ്. ആമ്പിള്ളാര് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പെൺപിള്ളാരിനെക്കാളും ഇപ്പൊ ഞങ്ങൾക്ക് ഒരുങ്ങാൻ സമയം വേണം. ഫോട്ടോഷൂട്ടിന്റെ ഇടയിൽ മുണ്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇടയിൽ കയറിയതല്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറിയതാണ്. കെട്ടിന് മുന്നായിട്ട് താലിയും പുടവയും എടുക്കുന്ന പരിപാടിയാണ്. കെട്ടാൻ പോണ താലിയിൽ മഞ്ഞൾ തേച്ചുകൊണ്ടിരിക്കുകയാണ്. താലിയും പുടവയും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അശ്മിതയാണ് എടുക്കുന്നത്. അശ്മിത ചെക്കന്റെ ചെറിയച്ചന്റെ മകളാണ്. ബാക്കിൽ ഐശ്വര്യയുണ്ട്. നമ്മുടെ കാരണവന്മാർക്ക് എല്ലാ കാര്യത്തിലും ഭയങ്കര അവസരമാണ്. അങ്ങനെ താലി ചരടി കോർത്ത് മൂത്തവരോടൊക്കെ ആശീർവാദം വാങ്ങി ചെക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണ പെണ്ണും അണിഞ്ഞൊരുങ്ങി മണ്ഡപത്ത് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഒടുവിൽ മണ്ഡപം എത്തി. പെണ്ണു വീട്ടുകാര് ചെക്കനെ താലം തന്നെ സ്വീകരിക്കുകയാണ്. ഞങ്ങൾ ചെക്കന്റെ സൈഡ് ആയതുകൊണ്ട് ആണുങ്ങളാണ് താലം കൊടുക്കുന്നത്. ഉത്സാഹത്തോടുകൂടി പെണ്ണെത്തി സുഹൃത്തുക്കളെ. അങ്ങനെ മംഗളകരമായി എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി താലികെട്ട് കഴിഞ്ഞു. താലികെട്ടും കഴിഞ്ഞ് ഒരു ചുംബനം കൂടി ആയപ്പോ കല്യാണം ഒന്നുകൂടി കളറായി. കല്യാണ ചെക്കന് പെണ്ണിന്റെ ഏട്ടൻ ചങ്ങല അണിയിക്കണ ചടങ്ങാണിത്. ഉഷാറാവട്ടെ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവർക്കും മുമ്പായിട്ട് രാജുവേട്ടന്റെ കൂടെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പിള്ളേരിന്റെ സമയം, അതായത് വെഡ്ഡിംഗ് റിസപ്ഷൻ. ഭക്ഷണമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂടോടെ ഊത്തപ്പവും കഴിക്കുക. പിന്നെ ബട്ടൂരിയും എണ്ണയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാര് ബൊഫെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെക്കൻ കോട്ടൊക്കെ ഇട്ട് ഉഷാറായി എത്തിയിട്ടുണ്ട്. അപ്പു നല്ല വീഡിയോ പോസ് ഒക്കെ തരുന്നുണ്ട്. എന്ത് തന്നെ പറഞ്ഞാലും റിസപ്ഷൻ അപ്പു തൂക്കി. കൂടെ തന്നെ കസിൻസ് കുട്ടികളുടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറകിൽ ചെക്കനും മണ്ണും ഇരിക്കുന്നുണ്ട്. ഡാൻസ് ഏതായാലും ആദർശ് തൂക്കി. ആളുകളൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ ഞങ്ങളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടെ തന്നെ കുട്ടികളുടെ ഐസ്ക്രീമിന് വേണ്ടിയുള്ള പോര് നടക്കുന്നുണ്ട്. കുട്ടികളെ മാത്രമല്ല വലിയവരും ഉണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും ഭംഗിയായി കഴിഞ്ഞു. ആളുകൾ എല്ലാവരും സന്തോഷത്തോടു കൂടി പിരിഞ്ഞു. അവസാനം നല്ലൊരു ഡാൻസ് കളിച്ച് അറമാദിച്ച് ഞങ്ങളും പിരിഞ്ഞു.